കുടുംബത്തോടൊപ്പം ചേർന്നിട്ട് ഒരു മൂവി ചെയ്യാം ആ ഒരു പോയിന്റിൽ എത്തിയത് എന്തുകൊണ്ടാണ്? ഞാൻ എത്തിയതല്ല, എത്തിപ്പോയതാണ്. പിന്നെ നമ്മൾ പ്രൊഡ്യൂസർ ആയി പോയി. അപ്പൊ വലിയൊരു ആർട്ടിസ്റ്റിനെ കൊണ്ടുവരാൻ എൻ്റെ അടുക്ക് പൈസ ഇല്ല. അധികം പൈസ ചോദിക്കാത്ത ആർട്ടിസ്റ്റിനെ നോക്കാന്ന് പറഞ്ഞു. മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു ആക്ടറെ വെച്ച് ചെയ്യുകയാണെങ്കിൽ ചെയ്യാമെന്ന് ഓഫർ കൊടുത്തിട്ടും എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സംവിധായകരുണ്ട്. കാരണം അത് ഞാൻ ചെയ്യുന്ന ഒരു ഇൻജസ്റ്റിസ് ആണ്. ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എന്നോടും എന്നെ വിശ്വസിച്ച് ഒരു സിനിമ ചെയ്ത് പണം മുടക്കുന്ന ഒരു ക്രിയേറ്റിവിറ്റി സ്പെൻഡ് ചെയ്യുന്ന ഒരാളോടും ചെയ്യുന്ന ഒരു ഇൻജസ്റ്റിസ് ആണ്. ഒരു അസിസ്റ്റന്റ് ഡയറക്ടറുടെ ഡ്യൂട്ടി ചെയ്യുന്നതിനപ്പുറത്തേക്ക് ഒരു ആർട്ടിസ്റ്റിൻ്റെ ബെസ്റ്റ് കൊടുക്കാൻ വേണ്ടി അയാളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആറ്റിറ്റ്യൂഡ്, ദാറ്റ് ഈസ് എൻ്റെ ഡിഫറൻസ്. ദിവസമായിട്ട് ഷോട്ട് എടുത്ത് ഞാനിങ്ങനെ അനുവിനോക്കി പാലും +2 കഴിഞ്ഞിട്ട് ഇവള് വന്ന് പറഞ്ഞു എനിക്ക് സിനിമയിൽ പോകണം, പിന്നെ സിനിമ റിലേറ്റഡ് കോഴ്സ് ചെയ്യണം. ഞാൻ പറഞ്ഞു ദൈവം ഞാൻ തന്നെ രക്ഷപ്പെട്ടിട്ടില്ല. അപ്പോഴാണ് ഇടയിൽ കുറച്ച് ക്ലാഷ് ഉണ്ടാവും, പക്ഷെ അത് സ്വാഭാവികം. ഫാദർ ഡോട്ടർ ക്ലാഷ്. പടം 5 ഡിഫറെന്റ് വീടിന്റെ കഥകൾ പറയുമ്പോൾ വേറെ വേറെ ടൈപ്പ് വീടാണ്. അപ്പൊ അതിന്റെ ഉള്ളിലുള്ള ഫാമിലീസിന്റെ വേറെ ലൈഫ് വേറെയാണ്, കൾച്ചർ ഡിഫറെന്റ്, ട്രഡീഷൻസ് ഡിഫറെന്റ് ആണ്. അപ്പൊ there's a variety you can expect. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മൂവി വേൾഡ് മീഡിയയിലേക്ക് സ്വാഗതം. മലയാളത്തിലെ ഏറ്റവും പുതുതായിട്ട് റിലീസിന് ഒരുങ്ങി നിൽക്കുന്ന ഒരു ചിത്രമാണ് മലബാർ ടെയിൽസ് എന്ന് പറയുന്നത്. അപ്പോൾ മലബാർ ടെയിൽസിൻ്റെ കുറച്ച് അണിയറ പ്രവർത്തകർ ഇന്ന് നമ്മളോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. നമുക്ക് അവരെ പരിചയപ്പെട്ട് അവരുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിക്കാം. അതിൻ്റെ സംവിധായകനായിട്ടുള്ള അനിൽ കുഞ്ഞപ്പൻ സർ, ആക്ടറായിട്ടുള്ള അനിൽ ആൻറ്റോ, ആൻഡ് ദെൻ എഡിറ്ററും പിന്നെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറും ഒക്കെ ആയിട്ടുള്ള അനുപ്രിയ. അനുപ്രിയ നമ്മുടെ ഡയറക്ടറിൻ്റെ മകളാണ്. അപ്പോൾ ഈ ഫസ്റ്റ് നമ്മളിപ്പം ഒരു സംഭവത്തിന് വരുമ്പോൾ നമ്മൾ സെർച്ച് ചെയ്യുമല്ലോ. അപ്പോൾ സെർച്ച് ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു കുടുംബമായിട്ട് ഒരു ആസൂത്രിത പരിപാടിയാണ് ഇതെന്നാണ് നമുക്ക് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അപ്പം സാർ ഇപ്പോൾ ഒരുപാട് വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരുപാട് ഡയറക്ടേഴ്സിൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്തിട്ട് ഫൈനലി ഓക്കെ കുടുംബത്തോടൊപ്പം ചേർന്നിട്ട് ഒരു മൂവി ചെയ്യാം എന്നുള്ളൊരു ആ ഒരു പോയിന്റിൽ എത്തിയത് എന്തുകൊണ്ടാണ്? എങ്ങനെയാണ് ആ ഒരു ഡിസിഷൻ? എത്തിയതല്ല, എത്തിപ്പോയതാണ്. എങ്ങനെയായിരുന്നു ആ ഒരു സ്റ്റോറി? അത് കുറെ കാലമായിട്ട് ഞാൻ ഇങ്ങനെ ട്രൈ ചെയ്യായിരുന്നു സിനിമ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അതെല്ലാം വർക്കൗട്ട് ആയിട്ട് ലാസ്റ്റ് മൊമെന്റിൽ എന്തെങ്കിലും ഒരു ഒബ്സ്റ്റക്കിൾ വരും, തടസ്സം വരും, and then I move forward. അടുത്ത പ്രോജക്റ്റ് വരും, അതിലും ഇങ്ങനെ പ്രോബ്ലം ആവും. ദിസ് വാസ് കണ്ടിന്യൂയിങ് ഫോർ എ വെരി ലോങ് ടൈം. പിന്നെ ഇവളൊരു പടം അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തു. ഞാൻ ഓൾറെഡി എഴുത്തിലായിരുന്നു. അപ്പോൾ ഇവള് തിരിച്ച് അത് പടം കഴിഞ്ഞിട്ട് വന്ന സമയത്ത് ഞാൻ പറഞ്ഞു നമുക്കൊരു പടം ചെയ്യാം. അങ്ങനെ ഞങ്ങളൊരു ചെറിയൊരു പടം ചെയ്തു. ആ പടം ചെയ്ത് അതിൽ ഇവള് അഭിനയിച്ചതാണ് ശിവരാജിനെ കൂടെ. ആ പടം തിരക്കടില്ലാതെ വന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പൊ പിന്നെ ഒരു ധൈര്യം വന്നു അടുത്ത പടം ചെയ്യാൻ. അടുത്ത പടം ചെയ്ത സമയത്ത് അതും തിരക്കടില്ലാതെ വന്നു, അതും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കണ്ട ആൾക്കാർക്ക്. പിന്നെ ഞങ്ങൾ തേർഡ് സബ്ജക്റ്റിൽ പോകുമ്പോഴാണ് ഈ തോട്ട് പ്രോസസ് വന്നത്, വൈ നോട്ട് മേക്ക് ഇറ്റ് ആന്തോളജി. അങ്ങനെയാണ് നമ്മൾ പിന്നെ ഡിസൈഡ് ചെയ്ത് ഞാൻ ഇവരുടെ പറഞ്ഞു പൈസ പോവും, തിരിച്ചു വരില്ല, അത് മനസ്സിൽ വെച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. അങ്ങനെ നമ്മൾ ഈ 5 പടം ചെയ്തു. പിന്നെ അനിൽ ആൻറ്റോ, പ്രദീപ് ബാലൻ, ശിവരാജ് ഇവരൊക്കെ കൂടെ വന്നുകൊണ്ട് ഇത് സംഭവിച്ചു. പിന്നെ പല ആൾക്കാർ ഇതിൽ ഒരു 10-55 ആൾക്കാർ ഇൻക്ലൂഡിങ് കിഡ്സ് അഭിനയിച്ചിട്ടുണ്ട്. എല്ലാവരും നല്ല സപ്പോർട്ടായിരുന്നു, ടെക്നീഷ്യൻസ് നല്ല സപ്പോർട്ടായിരുന്നു. പിന്നെ പറഞ്ഞ പോലെ എൻ്റെ വൈഫ്, ഒരു ചെറിയ കറക്ഷൻ, എൻ്റെ വൈഫ് ഇതിൽ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറാണ് ആൻഡ് പ്രൊഡക്ഷൻ കൺട്രോളർ. അവളാണ് കംപ്ലീറ്റ് നോക്കിയത്. അവളൊരു അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടാണ്, ഡോക്ടറാണ്, PhD ബയോകെമിസ്ട്രി. ഇവള് ഇതിൽ അസോസിയേറ്റ് ഡയറക്ടറും എഡിറ്ററും പിന്നെ ഒരു പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ട്രിപ്പിൾ റോൾ എനിക്കുണ്ട്, ട്രിപ്പിൾ റോൾ ഇവൾക്കുണ്ട്, വൈഫ്ക്ക് ഡബിൾ റോൾ. പിന്നെ മോൻ ഇതിൽ ചെറിയ ചെറിയ സംഭവങ്ങൾ ഹെൽപ്പിംഗ് ഹാൻഡ് ആയിട്ടായിരുന്നു. ഞാൻ മകൻ എന്ന് കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ മകൻ ലൈക്ക് ആക്ടർ ആണോ? ഒന്നുമില്ല, ഹി വാസ് ദേർ ഓൾവേസ് ടു ഹെൽപ്പ്. ഓൾ ഇൻ ഓൾ ആയിരുന്നു. എല്ലാ മേഖലയിലും ഇങ്ങനെ എന്തെങ്കിലും ഹെൽപ്പിന്റെ ആവശ്യം, ഈവൻ ഫുഡ് സെർവ് ചെയ്യാനുണ്ടെങ്കിൽ അവൻ ചില സമയത്ത് ഉണ്ടാവും. അങ്ങനെയായിരുന്നു. എല്ലാത്തിനും ഒരു മേൽനോട്ടം എപ്പോഴും നല്ലതാണ്. അപ്പൊ അനുപ്രിയ ഇപ്പം അച്ഛന്റെ അമ്മയുടെയും കൂടെ ആണല്ലോ ചെയ്യണേ. അപ്പം മുന്നേ അഭിനയിച്ചിട്ടുണ്ട്, എന്നാലും ആ ഒരു സെറ്റിൽ നിന്ന് ഈ ഒരു സെറ്റിനെ ഡിഫറെന്റ് ആക്കുന്ന ഒരു ഫാക്ടർ എന്തായിരുന്നു? അച്ഛനും അമ്മ ഉണ്ട്, അപ്പൊ എനിക്ക് കുറച്ച് സമാനത്തോടെ ചെയ്യാം എന്നുള്ളത് തന്നെയാണോ? അതോ ചെറിയൊരു തെറ്റ്, മുമ്പ് അഭിനയിച്ചിട്ടില്ല, മുമ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ടാണ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതില് ഡെഫിനറ്റ്ലി ഈ ഒരു സെറ്റിൽ ഭയങ്കര കൂടുതലാണ് കംഫർട്ടബിലിറ്റി. ആൻഡ് മോർ ദാൻ കംഫർട്ടബിലിറ്റി, ഓപ്പൺ ആയിട്ട് എന്തെങ്കിലും വ്യൂസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാന്നുള്ള ഐഡിയാസ് ഫോർത്ത് കമ്മിങ് ആയിട്ട് എടുക്കാൻ പറ്റും. ഇടയിൽ കുറച്ച് ക്ലാഷ് ഉണ്ടാവും, പക്ഷെ അത് സ്വാഭാവികം. പക്ഷെ ഓൺ സെറ്റ് നമ്മൾ കോവർക്കേഴ്സ് ആയിട്ടാണ്, ഞാൻ സാറിന് തന്നെയാണ് വിളിക്കുന്നത് എപ്പോഴും. ആൻഡ് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഒരു പോസിറ്റിവിറ്റി ആയിരുന്നു, ലൈക്ക് ഒരു
രണ്ട് സൈഡത്തെ വ്യൂസും ബട്ട് ഓവറോൾ ഇറ്റ്സ് ബെസ്റ്റ് ഫോർ ദ ഫിലിം അങ്ങനെ നോക്കിയിട്ടാണ് നമ്മൾ എപ്പോഴും ചെയ്യുന്നത്. ഞങ്ങൾ ബ്രെയിൻ സ്റ്റോം ചെയ്യുമ്പോൾ ചിലപ്പോൾ ക്ലാഷസ് ഉണ്ടാവും, പക്ഷെ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ വി ഓൺലി ബോദർ അബൌട്ട് ദ റിസൾട്ട്. അങ്ങനെയാണ്. ഇപ്പം അനിൽ ആൻഡോ സാറിനെ നമ്മൾ ഇതിലേക്ക് ഈ ഒരു പടത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്തുകൊണ്ടാണ് ഇപ്പൊ നിങ്ങൾ അനിൽ ഒക്കെ ഒരു അനിൽ വെരി ഇൻട്രസ്റ്റിംഗ്. അത് നല്ലൊരു ക്വസ്റ്റ്യൻ, ആരും ചോദിച്ചിട്ടില്ല. അതെ, സത്യത്തിൽ പറഞ്ഞാൽ ഞാൻ ഈ സബ്ജക്ട് കൺസീവ് ചെയ്ത് സ്ക്രിപ്റ്റ് എഴുതിയ സമയത്ത് ഇവൾ ഇത് വായിച്ചു, ഇവൾക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഇത് നല്ലൊരു ആർട്ടിസ്റ്റ് തന്നെ വേണം. ഞാൻ പിന്നെ നമ്മൾ പ്രൊഡ്യൂസർ ആയി പോയി, അപ്പൊ വലിയൊരു ആർട്ടിസ്റ്റിനെ കൊണ്ടുവരാൻ എൻ്റെ അടുക്ക് പൈസ ഇല്ല. അപ്പൊ നമുക്കെതിരെ അധികം പൈസ അല്ലല്ല, അങ്ങനെയല്ല, അധികം പൈസ ചോദിക്കാത്ത ആർട്ടിസ്റ്റിനെ നോക്കാന്ന് പറഞ്ഞു. അപ്പൊ ഇവള് MBDK വർക്ക് ചെയ്ത് ഇവള് പറഞ്ഞു ഒരു അനിൽ ആൻഡോ ഉണ്ട്, ഐ വിൽ കണക്ട് യു ടു ഹിം. അപ്പൊ ഞാൻ അനിലിനെ ഒരു ദിവസം വീഡിയോ കോളിൽ വിളിച്ചിട്ട് ഞങ്ങൾ സംസാരിച്ചു. അപ്പം ഐ വാസ് ജസ്റ്റ് വാച്ചിങ് ഹിം. അപ്പം ഇതൊക്കെ കണ്ട സമയത്ത് എനിക്കൊരു കോൺഫിഡൻസ്, ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ഉണ്ട്. പക്ഷെ അന്ന് ഞാൻ അനിലിൻ്റെ അടുത്ത് ഡബിൾ റോൾ പറഞ്ഞിട്ടില്ല, അനിൽ ഡബിൾ റോളാണ് ചെയ്തത്. അപ്പം ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ റഷീദിനെ കണ്ടു, നമ്മൾ മേക്കപ്പ് മാനേജർ പറഞ്ഞു ഇങ്ങനെ ഒരു ഡബിൾ റോൾ ഉണ്ട്, ഡബിൾ ഏജ് ആണ്, നമുക്ക് ചെയ്യാൻ പറഞ്ഞു ചെയ്യാം, നോ പ്രോബ്ലം സാർ, അത് ബോദർ ചെയ്യേണ്ട, ഞാൻ പക്ക ആക്കി തരാൻ. അങ്ങനെ പിന്നെ അനിലിൻ്റെ അടുത്ത് പറഞ്ഞു, ഹെഡ് ഡേയ്സ് ഹോംവർക്ക് ഞാൻ ആക്ച്വലി MBDK മൂവി ചെയ്യുമ്പോൾ തന്നെ അനിൽ സാറിനെ മീറ്റ് ചെയ്തു. ഞാൻ അസിസ്റ്റന്റ് ആയിരുന്നു. അപ്പൊ തന്നെ ഞാൻ ആക്ച്വലി സാറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, സർ സം ഡേ ഐ ആസ്ക് യു ഫോർ എ റോൾ, പ്ലീസ് കോഓപ്പറേറ്റ് എന്ന് പറഞ്ഞിട്ട് അന്നേ ഉണ്ടാക്കിയൊരു മൈൻഡിൽ സെറ്റ് ആക്കി വെച്ചിട്ട് കണ്ടീഷനിങ് ആണ്. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഫാമിലിയുടെ കൂടെ ഉള്ള ഒരു വർക്കും കാര്യങ്ങളൊക്കെ? വളരെ കംഫർട്ടബിൾ ആയിരുന്നു. കാരണം ഞാൻ അനുപ്രിയനെ ഞാൻ വാച്ച് ചെയ്യുന്നത് മൃദുഭാവേ ദൃഢകൃത്യ നമ്മുടെ ഷാജുൻ കരിയൽ സാറിൻ്റെ സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൻ വളരെ എനർജറ്റിക് ആണ്, വളരെ അക്സെപ്റ്റൻസ് ഉള്ള ഒരാളാണ്. അപ്പോൾ നമ്മളുടെ അടുത്തിപ്പോൾ ഞാൻ കണ്ടിട്ടുള്ളൊരു കാര്യം, ഒരു അസിസ്റ്റന്റ് ഡയറക്ടറുടെ ഡ്യൂട്ടി ചെയ്യുന്നതിനപ്പുറത്തേക്ക് ഒരു ആർട്ടിസ്റ്റിൻ്റെ ബെസ്റ്റ് കൊടുക്കാൻ വേണ്ടി അയാളെ സപ്പോർട്ട് ചെയ്യുന്നൊരു ആറ്റിറ്റ്യൂഡ്, ദാറ്റ് ഈസ് എൻ്റയർലി ഡിഫറെൻറ്റ്. അത് നമുക്ക് എല്ലാ ആളുകളിലും കാണാൻ പറ്റില്ല. കാരണം നമ്മുടെ ഔട്ട്പുട്ട് നന്നാവണമെന്ന ആഗ്രഹത്തോടെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകൾ, അപ്പോൾ എല്ലാവരും അവരവരുടെ റോൾ ചെയ്യാനായിട്ടൊരു ഉത്സാഹം കാണും. അപ്പോൾ അത് ഞാൻ സെൻസ് ചെയ്തിരുന്നു. അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഫസ്റ്റ് ഷോട്ട് എൻ്റെ ഷാജുൻ കരിയൽ സാറിൻ്റെ മൂവിയിൽ ഒരു കശുമാവൻ തോട്ടത്തിനകത്താണ്. അപ്പോൾ അവിടെ നായികനെ ഇങ്ങനെ ഹാങ് ചെയ്യുന്നിടത്ത് എൻ്റെ റിയാക്ഷനാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും പരമാവധി അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ DOP ടീമും ഒക്കെ ആയിട്ടൊരു കമ്മ്യൂണിക്കേഷൻ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്, നോൺ വെർബൽ കമ്മ്യൂണിക്കേഷനും. കാരണം നമുക്ക് ഇപ്പോൾ ഞാൻ നന്നായിട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് ഇവിടെ നിൽക്കുന്ന ആളുകളുടെ റിയാക്ഷനെന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും, മോശമാണെങ്കിലും അത് മനസ്സിലാക്കാൻ പറ്റും. എന്ന് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഷോട്ട് എടുക്കുന്ന സമയത്ത് പെർഫോം ചെയ്തിട്ട് കട്ട് പറഞ്ഞിട്ട് നമുക്ക് റിലയബിൾ ആയിട്ടുള്ള ഒരാളുടെ മുഖത്തേക്ക് നോക്കിയാൽ നമുക്കറിയാം നമ്മുടെ പെർഫോമൻസ് ശരിയാണോ അല്ലേ എന്നുള്ളത്. അങ്ങനെയാണല്ലോ. അപ്പം ഞങ്ങൾ മുമ്പ് പരിചയമൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിൽ കൂടിയും ആദ്യത്തെ ഷോട്ട് എടുത്ത് ഞാനിങ്ങനെ അനുവിനെ നോക്കിപ്പാലും കാരണം അത്ര അറ്റൻറ്റീവ് ആണ്. കാരണം അനുവിന് വേറെ ഒത്തിരി ജോലികൾ ചെയ്യാനുണ്ട് അവിടെ, പക്ഷെ എന്നിരുന്നാലും ഷോട്ട് എടുക്കുന്ന സമയത്ത് ഷി വാസ് വെരി കീൻ ടു വാച്ച് ഇറ്റ്. അപ്പോൾ തന്നെ നമുക്കൊരു ട്രസ്റ്റ് ഫാക്ടർ വർക്ക് ചെയ്യും ഒരാളുടെ അടുത്ത്. ആ റിലയബിലിറ്റി ഇങ്ങനെ കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്തു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, അനിൽ സാർ യു ഹാവ് ഡൺ എ ഫാബുലസ് ജോബ്, ഐ വിൽ കോൾ യു വൺ ഡേ ഫോർ അങ്ങനെ പറഞ്ഞിരുന്നുണ്ട്. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് ഞാൻ സാറിനെ വിളിച്ചു, സംസാരിച്ചു. അപ്പോൾ ഞാൻ കുറച്ച് പ്രൊജക്റ്റുകളുടെ ഭാഗമായിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് ഇതിൻ്റെ അകത്തൊരു ഇങ്ങനെ സബ്ജക്റ്റ് സ്റ്റോറി പറഞ്ഞു, ഒരു ക്യാരക്ടർ പറഞ്ഞു, കേശു എന്നുള്ള ക്യാരക്ടറിനെ കുറിച്ചാണ് പറഞ്ഞത്, മകൻ്റെ ക്യാരക്ടർ. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നുമില്ല, പക്ഷേ അതിൻ്റെ ആ ഒരു സ്റ്റോറി ലൈനിൽ എനിക്കൊരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു. ആ ക്യാരക്ടറിൻ്റെ ഒരു ഇമോഷണൽ ഒരു ഇന്നർ കോൺഫ്ലിക്റ്റ് അയാൾ ക്യാരി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചില കാര്യങ്ങളാണ് നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ അങ്ങനെയാണ് നോക്കുന്നത്. കാരണം ഒരു ക്യാരക്ടർ നമ്മൾ പറയുമ്പോൾ നമുക്കൊരു നായകനായിട്ട് കിട്ടുന്നൊരു ക്യാരക്ടറിനേക്കാൾ അല്ലെങ്കിൽ ഒരു സ്റ്റാർ ഹീറോയിസത്തിനേക്കാൾ ഞാൻ നോക്കുന്നത് നമുക്ക് എന്തെങ്കിലും പെർഫോമൻസ് സൈഡിൽ അപ്പോൾ അത് നോക്കുമ്പോൾ ആ ക്യാരക്ടർ ഒരു ഇന്നർ കോൺഫ്ലിക്റ്റ് ക്യാരി ചെയ്യുന്നൊരു ക്യാരക്ടറാണ്. വർഷങ്ങൾക്ക് ശേഷം വീട്ടിലേക്ക് തിരിച്ചു വരുന്നൊരു ക്യാരക്ടറാണ്. അച്ഛൻ്റെ ശതാഭിഷേകത്തിന് വേണ്ടി വരുന്ന ക്യാരക്ടറാണ്. അപ്പോൾ അത് ഓക്കെ, ആ ക്യാരക്ടർ എനിക്ക് ഓക്കെ ആയിരുന്നു. പക്ഷെ വാട്ട് അബൌട്ട് ദ ഹോൾ മൂവി എന്നുള്ള രീതിയിലായിരുന്നു. പിന്നെ ആഫ്റ്റർ ഫ്യൂ ഡേയ്സ് ആണ് എൻ്റെ അടുത്ത് ഇങ്ങനെ അച്ഛൻ്റെ ക്യാരക്ടർ ഉണ്ട്, ഡബിൾ റോൾ ചെയ്യാൻ പറ്റുമോ. അപ്പം ഞാൻ ഒരു ഫ്യൂ സെക്കൻഡ്സ് ഞാൻ ഇങ്ങനെ സ്റ്റണ്ടായിരുന്നു, ഇതിന് മാറ്റുമോ. കാരണം നമുക്ക് ഈ സ്റ്റേജിൽ നമുക്ക് ഏറ്റവും നമ്മുടെ കൺഫ്യൂഷൻ എന്താണെന്നറിയോ, ഒത്തിരി ഏകദേശം ഒരു 6 ഫുൾ സ്ക്രിപ്റ്റ് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് സിനിമ ചെയ്യാനായിട്ട്. ഒരു 2-3 വർഷമായിട്ട് വെയിറ്റ് ചെയ്യുന്ന ഡയറക്ടേഴ്സും ഉണ്ട്. പല പ്രൊഡക്ഷൻ ഹൗസസിൻ്റെ അടുത്ത് അപ്രോച്ച് ചെയ്തപ്പോൾ
മാർക്കറ്റ് വാല്യൂ ഉള്ള ഒരു ആക്ടറെ വെച്ച് ചെയ്യുകയാണെങ്കിൽ ചെയ്യാമെന്ന് ഓഫർ കൊടുത്തിട്ടും എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സംവിധായകരുണ്ട്. അപ്പോൾ അവരോട് ഞാൻ പറയും അത് സംഭവിക്കാൻ സാധ്യതയൊന്നുമില്ല, നിങ്ങൾ ആരെങ്കിലും വെച്ച് ചെയ്യും, പിന്നെയുള്ള പടങ്ങൾ നമുക്ക് ചെയ്യാമല്ലോ എന്ന് പറയാറുണ്ട്. പക്ഷേ ഒരു ട്രസ്റ്റ് ഫാക്ടറാണ്, അവർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഡബിൾ റോൾ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി സെക്കൻഡ് ഡിസ്കഷൻസ് ഉണ്ടാവുമല്ലോ, വേറെ ആളുകളുടെ ഒപ്പീനിയൻ എടുക്കാതിരിക്കാം. അപ്പോൾ ഇതിൻ്റെ പ്രൊജക്റ്റിൻ്റെ ഫീസിബിലിറ്റിയെ കുറിച്ചുള്ള ഡിസ്കഷൻസ് വരാം. അപ്പോൾ എന്തായാലും ഡെഫിനറ്റ്ലി അത് കിട്ടാൻ സാധ്യതയില്ല. കൺവിൻസ് ആയി കഴിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ വിളിച്ചത്. പക്ഷെ അതെനിക്കറിയില്ലല്ലോ, നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് അങ്ങനെയാണ്. കാരണം ഇറ്റ് ഇസ് വെരി സാഡ് ആൻഡ് ഇറ്റ് ഈസ് വെരി ബാഡ് ദാറ്റ് യു ഫസ്റ്റ് ടോക്ക് ടു ദ ആർട്ടിസ്റ്റിനടുക്ക ഡബിൾ റോൾ ചെയ്യണം പറഞ്ഞിട്ട് പിന്നെ ആഫ്റ്റർ സം ഡേ യു സേ സോറി അത് നിങ്ങൾ ഇത് ചെയ്തോളൂ മറ്റേത് വേറൊരാൾ ചെയ്തു. അങ്ങനെ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ വരില്ലായിരുന്നു. എത്തിക്കലി ശരിയല്ല. അല്ല സാർ, അങ്ങനെ വിളിച്ചിരുന്നെങ്കിൽ ഞാൻ വരില്ലായിരുന്നു. കാരണം എനിക്ക് പറ്റില്ല. കാരണം എൻ്റെ അടുത്ത് ഓഫർ ചെയ്തിട്ടുള്ള ഒരു ക്യാരക്ടർ എൻ്റെ മുമ്പിൽ വേറൊരാൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് വേറൊരു ക്യാരക്ടർ ചെയ്ത് നിൽക്കാൻ എനിക്ക് പറ്റില്ല. അത് എന്നെ ഡിസ്റ്റർബ് ചെയ്യും ഭയങ്കരമായിട്ട്. അല്ല, അത് ഓപ്പൺ ആയിട്ട് പറയാൻ പറ്റുന്നു എന്നുള്ളത് തന്നെ ഒരു ഗുഡ് ക്വാളിറ്റിയാണ് അനിൽ സാറിന്റെ. ചിലര് ഓക്കെ ഇറ്റ്സ് ഓക്കെ എന്ന് പറയും, പക്ഷെ അല്ല എനിക്ക് ആദ്യം എന്നെ കൺവിൻസ് ചെയ്യണ്ടേ. ഞാനിപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ ഒരു വർക്ക് സ്റ്റൈലും എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്ന് വെച്ചാൽ എനിക്ക് ക്ലാരിറ്റി വേണം. അത് ഞാൻ വലിയ ആളായതുകൊണ്ടല്ല. എനിക്ക് അതിന്റെ ടെൻഷൻ ഈ എന്താ പറയുക, ഇവരെ ഈ അച്ഛനും മോനും തമ്മിൽ ഇന്ററാക്ഷൻ ഉണ്ട്, ഒരു ഫുൾ വലിയ സീൻ ഉണ്ട് ആൻഡ് വളരെ ക്ലോസ്, ഇവർ മാത്രമേ ഉള്ളൂ ആ സീനിൽ. അപ്പോൾ യു ജസ്റ്റ് ഇമാജിൻ അത് പ്രോപ്പറായിട്ട് കൺവിൻസ് ആയി കഴിഞ്ഞിട്ട് മാത്രമേ അനിലിനെ വിളിക്കാൻ പറ്റുള്ളൂ. ബിക്കോസ് ഇഫ് ഐ മൂവ് അവേ ഫ്രം ദാറ്റ് ഐ ലൂസ് ആൻ ആക്ടർ ഓൾസോ. ഇപ്പം ആക്ടിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പം ആൻഡ്രൂ സർ രണ്ടുപേരും അനിലായതുകൊണ്ട് അപ്പൊ ആൻഡ്രൂ സാറിന് ഇപ്പം നമ്മള് കുരുക്കിലെ ആ ഒരു പോലീസ് റോളൊക്കെ കണ്ടു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഇതിലേക്ക് വരുമ്പോൾ ഇപ്പൊ കേശു ആയാലും ഫാദർ ആയിട്ട് ഉള്ള ഒരു റോള് ചെയ്തായാലും എന്താണ് ഓക്കെ ഞാൻ ഇങ്ങനെ ഒരു ചെയ്യാൻ തുടങ്ങുമ്പോൾ ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു, പക്ഷെ ഞാൻ അത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് പ്രൗഡായിട്ട് തോന്നിയ എന്തെങ്കിലും ഒരു ഫാക്ടർ ഉണ്ടായിരുന്നു ഈ ഒരു മൂവി ചെയ്യുന്ന സമയത്ത്? ഞാൻ ചോദ്യത്തിന്റെ ആദ്യ ഭാഗത്തേക്ക് വരാം. ഓക്കെ, കുരുക്ക് കണ്ടോ? കുരുക്ക് സിനിമ കണ്ടു. ഓക്കെ, ഗുഡ്, താങ്ക് യു. അല്ല, എനിക്ക് ചെയ്യാൻ തുടങ്ങും, ഞാൻ പേഴ്സണലി ഞാൻ കൺവിൻസ് ആയാലേ ഞാനത് കമ്മിറ്റ് ചെയ്യുള്ളൂ. ഞാൻ കുരുക്ക് സിനിമ എൻ്റെ അടുത്തേക്ക് വന്നത് പല സ്റ്റാറുകളുടെ അടുത്തേക്കും പോയിട്ട് അവരൊന്നും അവൈലബിൾ അല്ലാത്തത് കൊണ്ട്, സാർ നേരത്തെ പറഞ്ഞല്ലോ അവൈലബിൾ ആയിട്ടുള്ള ചീപ്പ് ബെസ്റ്റ്, അങ്ങനെയാണ് എല്ലാ ആക്ടേഴ്സിനും, എല്ലാ സ്റ്റാറുകളും അങ്ങനെയാണ്. ഇപ്പോൾ ഞാൻ ഷാരൂഖ് ഖാൻ്റെ ഡർ എന്നുള്ള സിനിമ ആദ്യം അപ്രോച്ച് ചെയ്തിരുന്നത് സൽമാൻ ഖാനെയാണ്. സൽമാൻ ഖാൻ വേണ്ടാന്ന് പറഞ്ഞപ്പോഴാണ് ഷാരൂഖ് ഖാൻ്റെ അടുത്ത്. ബാസികളും അങ്ങനെ തന്നെയായിരുന്നു. അപ്പോൾ അത് ഫാക്റ്റാണ്, നമുക്കതിനെ അത് അക്സെപ്റ്റ് ചെയ്തേ പറ്റും. നത്തിങ് ബാഡ് ഇൻ ദാറ്റ്. ഞാനാണെങ്കിൽ അങ്ങനെയാണല്ലോ ചെയ്യും. പക്ഷേ ഞാൻ കുരുക്ക് സിനിമ എൻ്റെ അടുത്തേക്ക് വന്നു, സ്ക്രിപ്റ്റ് വായിച്ചു, ഞങ്ങൾ ഡിസ്കഷനൊക്കെ ഇരുന്ന് കഴിഞ്ഞിട്ട് ഷൂട്ട് തുടങ്ങുന്നതിൻ്റെ തലേ ദിവസം പോലും എന്നെ മാറ്റണം എന്നുള്ള ഡിസ്കഷൻസ് ഉണ്ടായിരുന്നു പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന്. കാരണം ഫീസിബിലിറ്റി ഓർത്തിട്ടാണ്, അതായത് ഞാൻ മോശമായതുകൊണ്ടല്ല. ആസ് എ പെർഫോമർ ദെയർ ഓക്കെ, ബട്ട് ബിസിനസ് സൈഡും കൂടി ഉണ്ടല്ലോ. ദിസ് ഈസ് എൻ ഇൻവെസ്റ്റ്മെൻറ്റ്. സിനിമ നമുക്ക് കല ഇഷ്ടമുള്ളതുകൊണ്ട് മാത്രമല്ല ചെയ്യുന്നത്, ഇറ്റ്സ് എൻ ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പോൾ വി ഷുഡ് ഗെറ്റ് ദ മണി ബാക്ക്. പക്ഷേ ഞാൻ കുരുക്കിൽ കൺവിൻസ് ആയി, സ്ക്രിപ്റ്റൊക്കെ കൺവിൻസ് ആയി കഴിഞ്ഞിട്ട് ഞാൻ ഡയറക്ടറോട് പറഞ്ഞിരുന്നു, ഫസ്റ്റ് ഡേ ഷൂട്ട് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുകയാണ് ഐ എം നോട്ട് ഫിറ്റ് ടു ദിസ് ക്യാരക്ടർ എന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പോൾ എനിക്കൊരു നായകനായിട്ട് സിനിമ ചെയ്യാന്നുള്ളതിനേക്കാൾ ഉപരി എനിക്ക് ആ പ്രൊജക്റ്റ് വർക്കൗട്ട് ആവണം. ഞാൻ ചെയ്തത് കൊണ്ട് വേറൊരാൾ ചെയ്തിരുന്നെങ്കിൽ നന്നാവുമായിരുന്നു എനിക്ക് തന്നെ തോന്നുന്നുണ്ടെങ്കിൽ വൈ ഷുഡ് ഐ ഡു ദാറ്റ്? അപ്പോൾ ആ ഒരു പെർസ്പെക്റ്റീവിൽ ഞാൻ ഈ ഡബിൾ റോൾ പറഞ്ഞപ്പോഴും ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചു, ഞാനതിങ്ങനെ മനസ്സിൽ ഇങ്ങനെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ എനിക്കത് ചെയ്യാൻ പറ്റും എന്ന് കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ അതിലേക്ക് എൻ്റർ ചെയ്തത്. ഒരു പെർസെൻറ്റേജ് പോലും എനിക്ക് അയ്യോ ഞാൻ ചെയ്താൽ ശരിയാവുമായിരുന്നു, ശരിയാവില്ല എന്ന് തോന്നുകയാണെങ്കിൽ I would have never do that. കാരണം അത് ഞാൻ ചെയ്യുന്നൊരു ഇൻജസ്റ്റിസാണ്. ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ എന്നെ വിശ്വസിച്ച് ഒരു സിനിമ ചെയ്ത് പണം മുടക്കുന്ന ഒരു ക്രിയേറ്റിവിറ്റി സ്പെൻഡ് ചെയ്യുന്ന ഒരാളോടും ചെയ്യുന്ന ഒരു ഇൻജസ്റ്റിസാണ് ഞാൻ ചെയ്യുന്നത്, അല്ലേ? എനിക്ക് പ്രാക്ടീസ് ചെയ്തിട്ട് ഇപ്പോൾ ചിലർ പറയില്ല എൻ്റെ സിനിമ ഇഷ്ടമുള്ളവർ കണ്ടാൽ മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 130 രൂപ എടുത്തിട്ടാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, എൻ്റെ സിനിമ ചെയ്തിട്ട് ഞാൻ വീട്ടിൽ CD ഇട്ട് കാണണം, തിയേറ്ററിൽ കൊണ്ടുപോയി കാണിക്കരുത് ആളുകൾ എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ ദിസ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി ടു കൺവിൻസ് മൈസെൽഫ് ഫസ്റ്റ്. അപ്പോൾ ഈ മലബാർ ടെയിൽസ് എന്ന് കേട്ടപ്പോൾ, ഞാൻ മലബാർ ഭാഗത്തുനിന്ന് വരുന്നില്ല, എൻ്റെ വീട് മലപ്പുറത്താണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്ലാങ് ഒക്കെ എങ്ങനെയാണ് നിങ്ങൾ അത് ചെയ്തത്? ഇപ്പൊ പറച്ചിലൊക്കെ ഇപ്പം ഞാൻ നേരത്തെ സംസാരിക്കുന്ന കേട്ടു ചാലക്കുടിക്കാരനാണെന്ന് പറഞ്ഞു, അപ്പം എങ്ങനെയാണ് ഇപ്പൊ ചെയ്ത പടമുണ്ടല്ലോ അത് കണ്ണൂർ സ്ലാങ് ആണ്. കണ്ണൂർ സ്ലാങ് ആണല്ലേ? പക്ഷെ എൻ്റെ ഒരു ചാലക്കുടി സ്ലാങ് എനിക്ക് കിട്ടില്ല, എൻ്റെ ഇല്ല. തൃശ്ശൂര് ചാലക്കുടി സ്ലാങ് ഇല്ല, ഒരു ന്യൂട്രൽ സ്ലാങ് ആണ്. ആ സബ്ജക്റ്റില് എല്ലാ ക്യാരക്ടേഴ്സ് കണ്ണൂർ സ്ലാങ് ആണ്. അപ്പൊ അത് പുള്ളി അത് ഇനീഷ്യലി കണ്ണൂർ സ്ലാങ് ശരിയാവോ സാറേ, അത് ഞാൻ അല്ല പക്ഷെ അത് അതിൻ്റെ ഒരു എനിക്ക് തോന്നുന്നു അതിൻ്റെ ക്രെഡിറ്റ് ഇവർക്ക് തന്നെ കൊടുക്കണം. കാരണം
നമ്മുടെ ക്രൂവിൽ അല്ലേ ആരോ കണ്ണൂരുള്ള ഒരാൾ അല്ല കണ്ണൂരിലെ രണ്ടുപേരുണ്ടായിരുന്നു. രണ്ടുപേരെടുക്ക് ഞാൻ പറഞ്ഞു എനിക്ക് കംപ്ലീറ്റ് ഡയലോഗ്സ് ആ രീതിയിലാണ് വേണ്ടത്. ബിക്കോസ് ഞാൻ ഇംഗ്ലീഷിലാണ് എഴുതുന്നത്. ഓക്കെ, അപ്പോൾ ആ ഡയലോഗ്സ് അങ്ങനെ എടുത്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്തത്. അപ്പോൾ അതേ നമ്മൾ ബാന്ന് പറയും, ബാ കൂടുതലാണ് കണ്ണൂർ. വേണ്ടെന്ന് പറയും, നമ്മൾ വേണ്ടെന്ന് പറയും, വേണ്ടെന്ന് പറയും. അതൊക്കെ ഇവർ പ്രാക്ടീസ് ചെയ്ത് തമ്മിൽ പ്രാക്ടീസ് ചെയ്തിട്ടാണ് ചെയ്തത്. കുറെ റിഹേഴ്സൽ ചെയ്യിപ്പിച്ചു. അതിൽ കുട്ടികൾ വരെ ആ ആക്സെന്റ് കൊണ്ടുവന്നിട്ടുണ്ട്, കണ്ണൂർ ആക്സെന്റ്. അനുപ്രിയയും അങ്ങനെ തന്നെ സംസാരിച്ച് ശീലിച്ചു. ഇപ്പം ഞാൻ ഇപ്പൊ കേൾക്കുമ്പോൾ നിങ്ങളൊക്കെ സംസാരിക്കുന്നത് ഭയങ്കര ഡിഫറെന്റ് ആണ്. സോ ഐ വാസ് തിങ്കിങ് ലൈക്ക് എങ്ങനെയാണ് ഇവർ അത് ചെയ്തിട്ടുണ്ടാവുക? കാരണം അതൊക്കെ എന്ന് പറഞ്ഞാൽ സംടൈംസ് ഇപ്പൊ ഞാൻ മലപ്പുറത്താണെങ്കിൽ പോലും എനിക്ക് പോലും പെട്ടെന്ന് കണ്ണൂർ സ്ലാങ് കേട്ടാൽ മനസ്സിലാവത്തില്ല. അപ്പൊ ഐ വാസ് വണ്ടറിങ് ഹൗ യു ഗൈസ് ഹാൻഡിൽ ഓൾ. അല്ലല്ല, there is a subject ചെമ്പ്, അത് ഫുൾ മലപ്പുറം സ്ലാങ് ആണ്. 5 പടം 5 ഡിഫറെന്റ് സ്ലാങ് ആണ് മലബാറിലുള്ള 5 ഡിഫറെന്റ് ഇതിലാണ്. അപ്പൊ ഈ 5 സ്റ്റോറീസ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്തൊക്കെയാ അതിന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക? എന്താണ് ഇപ്പൊ പ്രേക്ഷകർക്ക് അതൊന്ന് കിട്ടാന്ന് വിചാരിക്കുന്നത്? 5 സ്റ്റോറിയിലും ഒരു അൺഎക്സ്പെക്ടഡ് ട്വിസ്റ്റ് എന്തായാലും കിട്ടും. അൺഎക്സ്പെക്ടഡ് ട്വിസ്റ്റ്. ഓക്കെ, അപ്പൊ ഇമോഷൻസ് കിട്ടും, അതെ, കോൺഫ്ലിക്ട്സ് കിട്ടും, ആൻഡ് പിന്നെ പറഞ്ഞ ഒരു സോഷ്യൽ റിലവൻസ് ഉള്ള ഒരു സംഭവം മെസ്സേജിങ് അതിൽ കിട്ടും. അപ്പൊ നിങ്ങൾ അവിടെ എവിടെയായിരുന്നു ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ? എല്ലാം കോഴിക്കോട്. എല്ലാം കോഴിക്കോട്. കാലിക്കറ്റ് ഈസ് വെരി ബ്യൂട്ടിഫുൾ. Yes, അവിടെ നമ്മൾ അവിടെ ഷൂട്ട് ചെയ്യാൻ പോയാലും ഞാൻ സത്യം പറയാം, പീപ്പിൾ വിൽ കം ആൻഡ് ഹെൽപ്പ് യു. നമ്മളൊന്നും പറയേണ്ട ആവശ്യമില്ല, അവരാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. സോ ഐ ഹാവ് സം ബ്യൂട്ടിഫുൾ ഫ്രണ്ട്സ് ഇൻ കാലിക്കറ്റ്. അവർ ശരിക്കും ഹെൽപ്പ് ചെയ്തു ആൻഡ് വളരെ കംഫർട്ടബിൾ ആയിരുന്നു. അതിന് ഇവരൊക്കെ വരുമ്പോൾ ഇവർക്കറിയാം നല്ല കംഫർട്ടബിൾ ആയിരുന്നു. ഇവർ തന്നെ പറയും കോഴിക്കോട് നല്ലൊരു സ്ഥലമാണല്ലോ. കോഴിക്കോടിന്റെ ഹോസ്പിറ്റാലിറ്റി അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. അതെ, അതുകൊണ്ടാണ് അവിടെ ഷൂട്ട് ചെയ്തത്. അതുകൊണ്ടാണ് ബീച്ച് സൈഡിലൊക്കെ ബീച്ച് സൈഡിലൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് അതൊക്കെ ഇപ്പൊ ഉസ്താദ് ഹോട്ടലൊക്കെ കണ്ടു കഴിഞ്ഞ സമയത്താണെങ്കിലും ഭയങ്കര അട്രാക്ഷൻ ആയിട്ട് തോന്നിയത് അതിന്റെ ലൊക്കേഷൻസും കാര്യം. അപ്പൊ അങ്ങനത്തെ സംഭവങ്ങൾ നമുക്ക് മലബാർ ടെയിൽസിൽ എക്സ്പെക്ട് ചെയ്യാം. 5 പടം 5 ഡിഫറെന്റ് വീടിന്റെ കഥകൾ പറയുമ്പോൾ വേറെ വേറെ ടൈപ്പ് വീടാണ്. അപ്പൊ അതിന്റെ ഉള്ളിലുള്ള ഫാമിലീസിന്റെ വേറെ ലൈഫ് വേറെയാണ്, കൾച്ചർ ഡിഫറെന്റ്, ട്രഡീഷൻസ് ഡിഫറെന്റ് ആണ്. അപ്പൊ there's a variety you can expect and it will be very beautiful when you see. 5 ട്രീറ്റ്മെന്റ്സ് ആണ്, ഇൻക്ലൂഡിംഗ് മ്യൂസിക്കൽ ട്രീറ്റ്മെന്റ്. 5 ഡിഫറെന്റ്. എന്തുകൊണ്ടാണ് ആന്തോളജി സെലക്ട് ചെയ്യാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത്? അല്ല, അത് ഞാൻ പറഞ്ഞുള്ള ആ കഥ ഇങ്ങനെയാണ് മുന്നോട്ട് പോയത്. പിന്നെ അത് എന്തോളജി ആക്കി ആയി. പിന്നെ എന്തോളജി ആയപ്പോൾ എന്തോളജി ഇസ് നോട്ട് കൺവിൻസിങ് ഫോർ എവറിബഡി ഞങ്ങൾക്ക് അറിയാം. ഓക്കെ, സോ വി ഹാവ് ടു ബി അബ്സൊല്യൂട്ട്ലി ഷുവർ 5 കഥ നന്നായി വന്നിട്ടുണ്ട്. ഓക്കെ, ആ അബ്സൊല്യൂട്ട്ലി ഷുവർ ഞങ്ങൾ ആണ്. പക്ഷെ ഇനി ആൾക്കാർ എങ്ങനെ എടുക്കുന്ന പടം മോശമായിട്ടില്ല, ഒരു പടം ആള് ഓഡിയൻസ് മോശം എന്ന് പറയില്ല, എത്ര നല്ലത് പറയും നമുക്കറിയാം, എത്ര നല്ലത് എന്ന് പറയുന്നതാണ് അറിയാത്തത്. അതെ. ഇപ്പം അനുപ്രിയ അതില് എന്താ എഡിറ്റർ ആയിട്ട് ചെയ്തിട്ടുണ്ട്, ആക്ടർ ആയിട്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ എക്സിക്യൂട്ടീവ് അസോസിയേറ്റീവ് ഡയറക്ടർ. അപ്പം ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് എന്താ എല്ലാം കൂടെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത്? എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു ഇത്? ഐ തിങ്ക് ഇറ്റ്സ് ബിക്കോസ് ഐ എം എ യങ്സ്റ്റർ, കുറച്ച് ഈസി ആയി ഹാൻഡിൽ ചെയ്യാൻ. ഇങ്ങനെ തെറിച്ച് നേരത്തെ എനർജറ്റിക് പാഷനറ്റ് ആണ്. ഞാൻ ചെറുപ്പം തൊട്ടേ ഡിസൈഡ് ചെയ്തതാണ് ഫിലിം മേക്കിംഗ് ആൻഡ് ഡയറക്ഷനിൽ എപ്പോഴും തൊട്ട് ഉണ്ടായിരുന്നു ഇൻട്രസ്റ്റ്. ഞാൻ ഫിലിം മേക്കിംഗ് കോഴ്സ് തന്നെയാണ് ചെയ്തത് പൂനെയിലാണ്. അതെ, പൂനെയിലാണ് ചെയ്തത്. അപ്പൊ പാഷൻ ഭയങ്കരമായിട്ടുണ്ട്. സോ ദാറ്റ് വാസ് എ മോട്ടിവേഷൻ. പിന്നെ നമ്മുടെ പ്രൊജക്ട് ആണല്ലോ, അതിന്റെ ഒരു ഡബിൾ മോട്ടിവേഷൻ ഉണ്ടാവും. സോ അങ്ങനെ നടന്നു. ഇപ്പോ ഈവൻ നൗ ഐ എം സ്റ്റിൽ വർക്കിംഗ്. പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇവള് വന്ന് പറഞ്ഞു എനിക്ക് സിനിമയിൽ ഗുണമെന്ന്, സിനിമ റിലേറ്റഡ് കോഴ്സ് ചെയ്യണം. ഞാൻ പറഞ്ഞു ദൈവം, ഞാൻ തന്നെ രക്ഷപ്പെട്ടിട്ടില്ല. അപ്പോഴാണ് ഒരു വിക്ടിമും കൂടെ ഫാമിലി. ഇനി ആൾക്കാർ ഞാൻ തന്നെ ഇപ്പൊ കുറ്റവാളിയാണ്. ഇനിയിപ്പോ ഇവള് വന്നു കഴിഞ്ഞാൽ പെർഫെക്റ്റ് എല്ലാം ചെയ്തല്ലോ ഒരു പ്രൊജക്ട്. അപ്പൊ നിങ്ങൾ എല്ലാരും വളരെ എൻജോയ് ചെയ്തിട്ടാണ് ഈ ഒരു സിനിമ ചെയ്തത്. അത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഈ ഒരു നിങ്ങളായിട്ടുള്ള ഡിസ്കഷൻ കഴിഞ്ഞപ്പോൾ ഐ ആം ഓൾസോ വെരി എക്സൈറ്റഡ് ടു സീ ദ മൂവി. ഞാൻ എന്തായാലും തിയേറ്ററിൽ പോയി തന്നെ കാണും. എന്നോട് ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി പറഞ്ഞില്ല, ഞാൻ അതിലേക്ക് എത്തിയില്ല. എന്നോട് ചോദിച്ചത് ചെയ്യുന്നതിന് മുമ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് തോന്നുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ ഭയങ്കര അതായിരുന്നു ചോദ്യം. ദാറ്റ് വാസ് ദ ക്വസ്റ്റ്യൻ. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതിന് മുമ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് പറ്റില്ല എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഐ വാസ് വെരി ക്യൂരിയസ് അബൌട്ട് ഹൗ ഡയറക്ടർ വിൽ ബി ഡൂയിങ് ദ ഡബിൾ റോൾ. കാരണം നമ്മൾ നെവർ എക്സ്പീരിയൻസ്ഡ് അങ്ങനെ ഒരു സംഭവം. അപ്പോൾ അത് ചെറിയൊരു പ്രൊഡക്ഷനാണ്. നമുക്ക് അങ്ങനെ വലിയ സന്നാഹങ്ങളൊന്നുമില്ല. പക്ഷേ അതിനൊരാളെ കണ്ടെത്തുകയും നമ്മളതൊരു റൂമിലെ ബെഡ്റൂം സീനാണ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തിരുന്നത്. ബെഡ്റൂം സീനാണ്, ഒരു ബെഡിലാണ് കിടക്കുന്ന അച്ഛനും മോനും. അപ്പോൾ പിന്നെ തന്നെയല്ല ലിമിറ്റഡ് സ്പേസ് ആണ് അല്ലേ? ഈവൻ ഐ വാസ് നോട്ട് വെൽ ലിമിറ്റഡ് സ്പേസ് ആണ്. എഴുതി പറഞ്ഞു ഇങ്ങനെ ഞാൻ മോണിറ്ററിന്റെ മുമ്പിലായിരുന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ഞാൻ ആ സീൻ എടുക്കുന്നതിന് മുമ്പ് സാറ് ഹാളിലായിരുന്നു, ഞങ്ങൾ ബെഡ്റൂമിലാണ് സീൻ എടുക്കുന്നത്.
അപ്പോൾ സിക്കായിരുന്നു ആ, അതെ. അന്ന് സിക്കായിരുന്നു. അപ്പോൾ അനുണ്ട്. അപ്പോൾ ഭയങ്കര ഹറിബറിയാണ്, പെട്ടെന്ന് വെച്ച് പെട്ടെന്ന് ചെയ്യുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ സാർ പ്ലീസ് കംഫർട്ടബിൾ ചെയ്യാം. അത് ആ സമയത്ത് ഷോട്ടൊക്കെ റെഡി എല്ലാം അവിടെ പോയി അവിടെ ചെയ്തോ എന്ന് പറയുകയാണ്. അകത്ത് ബെഡിൽ കിടക്കുന്നതിന് മുമ്പാണ് ഞാൻ ഓർക്കണേ, അയ്യോ മറ്റേ സംഭവം എങ്ങനെയായിരിക്കും, ഓടിച്ചെന്ന് അടുത്ത് ചെന്നിട്ട് അതെന്താ സംഭവം, ഓക്കെ അത് ചെയ്തോ കുഴപ്പമില്ല. പക്ഷെ നമുക്ക് ഈ സിനിമയിലെ ഏറ്റവും ഇമോഷണൽ പീക്കാണ് എടുക്കാൻ പോകുന്നത് സീൻ. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം നമുക്ക് ആ സീൻ വർക്കൗട്ട് ആയില്ലെങ്കിൽ ആ മൂവി വർക്കൗട്ട് ആവും. അതാണ് സംഭവം. അപ്പോൾ അങ്ങനെ ഇമോഷണൽ പീക്കിൽ നിൽക്കുന്ന ഒരു സീൻ ഡബിൾ റോൾ ചെയ്യണം. ലിമിറ്റഡ് സ്പേസ് ആണ്, നമുക്ക് ടെക്നിക്കൽ സപ്പോർട്ടും ലിമിറ്റഡ് ആണ്. അവിടെയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഞാൻ എത്ര ദിവസം എടുത്തിട്ട് ആ ഒരു സീൻ ജസ്റ്റ് ഒരു 1 hour നമുക്ക് ഫസ്റ്റ് ടേക്ക് ഓക്കെ he was clear about it, we were all clear about it, including the cameraman, because ഞാൻ എല്ലാവർക്കും സ്ക്രിപ്റ്റ് ആദ്യത്തിന് you read it 10 times ന്ന് പറയും ആർട്ടിസ്റ്റും അങ്ങനെ തന്നെയാണ്. you read minimum we have to note Anil sir's dedication to it, because അവർ ഒരു നോട്ട്ബുക്ക് വെക്കും, അതിൽ ചെറിയൊരു ഡയലോഗ്സ് notebook ഉണ്ട്. എഴുതും, അതിൽ ഇല്ലസ്ട്രേഷൻസ് എല്ലാ ഇന്റർവ്യൂവിലും പറഞ്ഞു എന്നെ ആരും വിളിക്കില്ല. അതൊക്കെ നോക്കിയിട്ട് അത് ഞാനിങ്ങനെ ഇരിക്കുവാന് മോണിറ്ററിന് പോയി പെട്ടെന്ന് ഇയാൾ ചാടി വന്നിട്ട് സാറേ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു ചോദിക്കണം. ഞാൻ എന്താണ് അപ്പൊ നോട്ട്ബുക്ക് ഞാൻ പറഞ്ഞു ഇതെന്താണ് നോട്ട്ബുക്കിൽ ഇങ്ങനെ എഴുതുക. അപ്പൊ ഞാനിങ്ങനെ പേജസ് ആണ്, ഫുൾ നോട്ട്സ് ആണ് അതിൽ. നല്ല ഗ്രൗണ്ട് വർക്ക് ചെയ്തിട്ടാണ് വരുന്നത്. കോപ്പി ചെയ്യുമ്പോൾ നോട്ട്സ് ഉണ്ടാക്കില്ല. ഞാൻ ഫോട്ടോസ്റ്റാറ്റ് എടുക്കില്ല. ഞാൻ എനിക്ക് സ്ക്രിപ്റ്റ് അയച്ചു തന്നാൽ ചിലപ്പോൾ ഇപ്പൊ നമ്മൾ മെയിലാണല്ലോ അയച്ചത്, ഞാൻ സ്ക്രിപ്റ്റ് കോപ്പി ചെയ്യും എൻ്റെ ഹാൻഡ് റൈറ്റിംഗ്. നല്ലൊരു സ്റ്റുഡന്റ് ആയിരുന്നു. അല്ല, ഞാൻ സ്പോയിൽഡ് സ്റ്റുഡൻ്റ് ആയിരുന്നു. കാരണം പക്ഷേ എൻ്റെ ടീച്ചേഴ്സിന് ഭയങ്കര എക്സ്പെക്ടേഷൻ ആയിരുന്നു. കാരണം ഞാനൊരു ഹൈസ്കൂൾ വരെ സ്കൂൾ ഫസ്റ്റും ക്ലാസ് ഫസ്റ്റൊക്കെ ആയിരുന്നു. പിന്നീട് നമ്മൾ കുറച്ച് വികൃതിയായി. പിന്നെ സ്കൂൾ കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ടീച്ചേഴ്സ് പലരും ചോദിക്കാനല്ലേ എടാ നീ വല്ല IFS സിവിൽ സർവീസൊക്കെ ആവുമെന്നൊക്കെയാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത്, അല്ലെങ്കിൽ വല്ല ഫോഴ്സിലൊക്കെ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ടീച്ചർ ഒരു പേടിയും പേടിക്കണ്ട, നിങ്ങൾക്ക് എന്നെ പോലീസായിട്ട് കാണാം, വക്കീലായിട്ട് കാണാം, ഏത് വേഷത്തിലായിട്ട് കാണാം. അന്ന് ഞാൻ സിനിമ കേട്ടിട്ട് പോലും ഇല്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഡബിൾ റോളിൽ കാണാം. അപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ ഒരു കരിയറാണ് ഞാൻ പ്ലാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് ഈ സ്ക്രിപ്റ്റ് എനിക്ക് കിട്ടുമ്പോൾ മെയിൽ കിട്ടുമ്പോൾ ഞാൻ വായിക്കുമ്പോൾ ഞാനൊരു നോട്ട്ബുക്ക് എടുക്കും. നോട്ട്ബുക്ക് എടുത്തിട്ട് സീൻ 1 അപ്പോൾ അതിലെനിക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എഴുതും, സജഷൻസ് ഉണ്ടെങ്കിൽ എഴുതും. അങ്ങനെ എല്ലാം ഞാൻ കോപ്പി ചെയ്യും. അപ്പം ഞാൻ സാറിൻ്റെ അടുത്ത് ചെന്നപ്പോൾ സാറ് വാട്ട് ഈസ് ദിസ്, യു ഹാവ് കോപ്പിഡ് ദിസ് ഹോൾ സ്ക്രിപ്റ്റ്, ഡു യു റിമെമ്പർ ദാറ്റ്? അപ്പോൾ അതല്ല, കമ്മിങ് ബാക്ക് ടു ദാറ്റ് മെയിൻ സീൻ, മെയിൻ അതിന്റെ ഇമ്പോർട്ടൻറ്റ് ക്രൂഷ്യൽ ഞാൻ പറയാം ചെയ്തിട്ടില്ല. സോറി. അപ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ആശങ്കയുണ്ടായിരുന്നു കേട്ടോ, ഇത് വർക്കൗട്ട് ആയില്ലെങ്കിലോ. എന്നുവെച്ചാൽ പെർഫോമൻസിൽ വർക്കൗട്ട് ആവുമെന്ന് എനിക്ക് എന്തൊരു കോൺഫിഡൻസ്, അത് എൻ്റെ സൈഡ് ആയതുകൊണ്ട്. പക്ഷെ മറ്റ് ടെക്നിക്കൽ സൈഡിൽ ഇത് എങ്ങനെ വർക്കൗട്ട് ആവുമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തന്നെ ആസ് യു സെഡ് ഏർലിയർ നമ്മൾ ആരും ഗ്ലിസറിൻ ഉപയോഗിച്ചിട്ടില്ല. അല്ല, അത് ആ എല്ലാ ആക്ടേഴ്സും പ്രദീപ് ബാലൻ, ശിവരാജ് ഒക്കെ ആരും നമ്മൾ ഗ്ലിസറിൻ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ആ സീൻ അങ്ങനെ വർക്കൗട്ടായി. അപ്പോൾ അതെനിക്ക് ഇപ്പോൾ തോന്നുന്നു ഒരു വൺ ഓഫ് ദ വെരി നോട്ടബിൾ ക്യാരക്ടർ ആയിരിക്കും എൻ്റെ കരിയറിലെ. അത് നോ ഡൗട്ട്. കാരണം വേറൊരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു ഷൂട്ട് ചെയ്ത ഒരു ഭയങ്കര ചലഞ്ചിങ് ആയിട്ട് ഫീൽ ചെയ്ത ഒരു ഇത് സീൻ എന്തായിരുന്നു ഷൂട്ട് ചെയ്തത്? ആ സീൻ ഞാൻ പറയാം. അനിലിന്റെ ഐ തിങ്ക് ഷൂട്ട് ചെയ്ത ഏറ്റവും 2 ഐ വിൽ സേ 2. അതിലൊരു സോങ് ഉണ്ട്. സോങ്ങില് പുള്ളിന്റെ ഒരു റിയാക്ഷൻസ് ഈസ് വാട്ട് മാറ്റേഴ്സ് എ ലോട്ട് ഇൻ ദാറ്റ്. അത് 2 സ്ഥലത്താണ് വരുന്നത്. അതെനിക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ വെൻ യു സീ വാച്ച് ദ മൂവി ആൻഡ് വെൻ ദ മൂവി എൻഡ്സ് യു വിൽ റിയലൈസ് ദാറ്റ്. അവിടെ ഞാൻ നടക്കെടുക്കാൻ എൻ്റെ അടുക്ക് ചെവിയിൽ എനിക്ക് ടെൻഷനാണ്. ഞാൻ ചെവിയിൽ പോയി പറയാൻ ഇതാണ് വേണ്ടത്. യു ഡോണ്ട് വറി, ഞാനിത് ചെയ്തോളൂ, എൻ്റെ മനസ്സിലുണ്ട്. അതെ, ഐ ഫെൽറ്റ് ലൈക്ക് എ ഡിസ്റ്റർബൻസ്. അപ്പോൾ അനുപ്രിയ നോട്ടീസ് റൈറ്റ്, അനുപ്രിയ പറയും ഡാഡി അത് വിട്ടേക്കോ, അനിൽ ചേട്ടൻ ചെയ്തോളൂ. അല്ല സാർ അത് വിട്ടേക്കോ, അത് അനിൽ ചേട്ടൻ ചെയ്തോളൂ. അല്ല, മൈ വറി വാസ് ദാറ്റ് വി വർ ആ സോങ്ങിന്റെ സമയത്ത് ഈ ഒരു എക്സ്പ്രഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ then it spoils the whole show. പിന്നെ ഒരു ഫിനിഷിംഗിൽ പുള്ളിന്റെ ഒരു സീൻ ഉണ്ട്, അത് ഗംഭീരമായിട്ടുണ്ട്. അത് ഐ ആം വെരി ഫോർച്ചുനേറ്റ്. അനിലാണെങ്കിൽ, ശിവരാജ് ആണോ, ഈവൻ നമ്മള് പ്രദീപ് ബാലാനോ, പിന്നെ അൻവർ ഇവിടെ ഉണ്ടായിരുന്നു, അൻവറാണോ ചെമ്പില് ചെയ്ത്, ഇവരൊക്കെ അവരുടെ ഇമോഷൻസ് കറക്റ്റ് ആയിട്ട് കൊണ്ടുവന്നു. ഐ ഡോണ്ട് നോ വെദർ ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ റൈറ്റിംഗ് ഓർ ആ ഒരു വൈബ് കിട്ടിയ കൊണ്ടാണോ, ആ അറ്റ്മോസ്ഫിയർ കിട്ടിയ കൊണ്ടാണോ, പക്ഷെ അത് കറക്റ്റ് ആയിട്ട് വന്നു. അതെനിക്ക് തോന്നുന്നു നമ്മളെല്ലാവരും ഏകദേശം ഈക്വൽ ആയിരുന്നു. ഒരു വലിപ്പച്ചെറുപ്പില്ലേ, അപ്പോൾ അതിൻ്റെ ഒരു കംഫർട്ട് വളരെ വലുതാണ്.
ചിലപ്പോൾ ഐ വിൽ ടെൽ എവറിബഡി റീഡ് ദ സ്ക്രിപ്റ്റ് 5-10 ടൈംസ്. ഇത് എത്ര നമ്മൾ കൂടുതൽ വായിക്കും അത്ര ക്ലാരിറ്റി വരും. ഭയങ്കര റോ ആയിട്ടാണ് എല്ലാവരും പ്ലേ ചെയ്തിരിക്കുന്നത്. നാച്ചുറൽ ആണ്. ദർ ഇസ് നത്തിങ് ലൈക്ക് ഒരു ഗ്ലാമറസ് ഒന്നും അല്ല. സോ ഇറ്റ് ഫീൽസ് വെരി റിയൽ. ഇറ്റ്സ് ലൈക്ക് നമ്മുടെ ഓൺ ബ്രദർ ആണോ നമ്മുടെ ഓൺ ഹസ്ബൻഡ് ആണോ അങ്ങനത്തെ ഒരു നമ്മൾ ക്യാരക്ടർ എങ്ങനെ ബിഹേവ് ചെയ്യും അതേപോലെ ഈവൻ ഈ ഫംഗ്ഷൻ ഉണ്ടല്ലോ, ഇതിൽ ഈ ഫംഗ്ഷൻ ഉണ്ടല്ലോ, ഫംഗ്ഷൻ യു വാച്ച് യു വിൽ സീ ആസ് ഇഫ് എൻ ഒറിജിനൽ ഒരു ഫംഗ്ഷൻ നടക്കുവാനെ പോലെയാണ്. ഓക്കെ ഐ മീൻ അതിൽ ജൂനിയർ ആർട്ടിസ്റ്റ് ഒക്കെ, ജൂനിയർ ആർട്ടിസ്റ്റ് അല്ല, നമ്മളെ വിളിച്ച കുറെ ഗസ്റ്റ് ആണ്, അവരൊക്കെ കംപ്ലീറ്റ് അഭിനയിച്ചിട്ടുണ്ട്. അവരെന്നെ കണ്ടിട്ട് ഇത് നമ്മൾ ഇത്ര ഭംഗിയായിട്ട് ചെയ്തു എന്ന്. കാരണം അങ്ങനെ പ്രസന്റ് ചെയ്തു പോയി അവരെ. ഇപ്പൊ ഇന്നലെ ഒരു സോങ് റിലീസ് ആയല്ലോ, എടാ മോനെ. എടാ മോനെ നമുക്കറിയാം ആവേശത്തിൽ അത്രയും ഇതായിട്ടുള്ള, എന്തുകൊണ്ടാണ് ആ ഒരു പേര് ചൂസ് ചെയ്യാനുള്ള ഒരു? അല്ല, അത് പേര് ലാസ്റ്റിലാണ് നമ്മൾ ഫൈനലൈസ് ചെയ്തത്. ആക്ച്വലി ആ പാട്ട് മൊത്തം ലിറിക്സ് എഴുതിയത് നൗഷാദ് ഇബ്രാഹിമാണ്. ഓക്കെ. അപ്പൊ നൗഷാദിന്റെ അടുക്ക ഞാൻ പാട്ട് റിലീസ് ചെയ്യണല്ലോ, അപ്പൊ ഞാൻ ചോദിക്കാൻ തുടങ്ങിയിട്ട് കുറച്ചായി, നൗഷാദ് നമുക്ക് പേര് വേണം, പേര് ഞാൻ പറയാം. അപ്പൊ പുള്ളിന്റെ ഒരു ചെറിയൊരു ആക്ടിങ് വർക്ക്ഷോപ്പ് വന്നു, അതിൽ ബിസി ആയി പോയി. അപ്പൊ ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ ആരോട് ഡിസ്കസ് ചെയ്ത സമയത്ത് പുള്ളി പറഞ്ഞ സാറേ എടാ മോനെ നല്ല, ഞാൻ പ്രശ്നമാവുക ആവശ്യമല്ലേ, എല്ലാവരും സാറേ എന്താ പ്രശ്നം, സോങ് അല്ലേ, ഞാൻ ശരി എടാ മോനെ, ലിറിക്സിന്റെ ഫസ്റ്റ് അങ്ങനെ എടാ മോനെ ഇട്ടത്. അത് ഇറ്റ് വാസ് നോട്ട് പർപ്പസ്ഫുൾ. പക്ഷെ അത് ഭയങ്കര ക്യാച്ചി ആയി പോയി. Catchy ആയിട്ടുണ്ട്. സോങ്ങിന്റെ ഒരു പർപ്പസ് അത് സോൾവ് ചെയ്തു. എടാ മോനെ എന്ന് പറഞ്ഞൊരു ക്യാച്ചി ആക്കി. ഞങ്ങൾ പ്രൊമോ സോങ് ഇത്ര ചെറിയ ബഡ്ജറ്റിൽ ചെയ്ത പടം നമുക്കൊരു പ്രൊമോ സോങ്ങിന്റെ ആവശ്യം ഉണ്ടായിട്ടില്ല. പക്ഷേ പ്രൊമോ സോങ് നമ്മൾ ചെയ്തത് സോ ദാറ്റ് പീപ്പിൾ നോ ദാറ്റ് ദർ ഈസ് എ മൂവി ലൈക്ക് മലബാർ ടേൽസ് കമ്മിങ്. അതിനാണ് ചെയ്തത്. അപ്പൊ ചെയ്യുമ്പോൾ നന്നായിട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ടായിരുന്നു. അപ്പൊ നിങ്ങൾ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ പോകുമ്പോ എങ്ങനെയായിരുന്നു? ഇപ്പം സാധാരണ ഇപ്പൊ എല്ലാ ഫാമിലി ആയിട്ട് പോകുന്നോണ്ട് ഞാൻ ചോദിക്കുന്നതാണ്. ഇപ്പൊ ഒരു പിക്നിക്കിനൊക്കെ പോകുന്ന പോലെ രസത്തിന് അങ്ങനെയല്ല, പിക്നിക് അല്ലേ, അല്ല നമ്മള് യുദ്ധത്തിൽ പോകുന്ന പോലെയാണ്. വളരെ സീരിയസ് ആയിട്ട് ഉണ്ട്. പക്ഷെ വാട്ട് ഹാപ്പൻസ് ഈസ് വൺസ് ദ ഫസ്റ്റ് ഷോട്ട് ഈസ് ടേക്കൻ, പിന്നെ ഒരു റിലാക്സ് ആണ് നമുക്ക്. ഫസ്റ്റ് എനി മൂവി എനി ഷൂട്ടിംഗ് ലൊക്കേഷൻ ആ ഫസ്റ്റ് ഷോട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വാട്ട് ഐ ഹാവ് എക്സ്പീരിയൻസ്, ടേക്ക് ദ ഏറ്റവും നോർമൽ സിമ്പിൾ ഷോട്ട് എടുത്താൽ മതി, അപ്പൊ പടം തുടങ്ങും. ഇപ്പൊ എഡിറ്റിംഗ് ചെയ്തത് അനുപ്രിയാണല്ലോ, എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? എഡിറ്റിംഗ് ചെയ്യുന്നു, എഡിറ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ടഫ് ആയിട്ടുള്ള ജോബ് അല്ലേ? ഞാൻ ആദ്യമായിട്ടാണ്, ഇതിന്റെ ഫസ്റ്റ് പ്രൊജക്ട് ആണ്, എഡിറ്റർ ആവും അല്ലെങ്കിൽ എഡിറ്റിംഗിലേക്ക് കയറി ഞാൻ ആലോചിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. അച്ഛൻക്ക് ആക്ച്വലി ഫസ്റ്റ് നമ്മുടെ പ്രൊജക്ട് ചെയ്തപ്പോൾ സിങ്ക് ആയിട്ടുള്ള ഒരു എഡിറ്റർ കിട്ടുന്നുണ്ടായിരുന്നു, ലൈക്ക് അച്ഛൻ്റെ എക്സാക്ട് ഇമാജിനേഷൻ ആൻഡ് നെറേറ്റീവ് കൊണ്ടുവരാനായിട്ട്. സോ ഹി ജസ്റ്റ് ആസ്ക് മീ ടു ട്രൈ. ആ സമയത്ത് ഞാൻ പൂനെ പോയി എൻ്റെ അവിടുത്തെ കോളേജ് ഫ്രണ്ട്സിൻ്റെ ഒക്കെ കൂടെ ഒന്ന് ട്രൈ ചെയ്ത് ഞാൻ പഠിച്ചിട്ട് ഞാനത് ചെയ്തു നോക്കി. ആദ്യത്തെ പടം നന്നായി വന്നു. അതിൻ്റെ 2-3 ഈ നമ്മുടെ എല്ലാ ഷോർട്ട് ഫിലിംസ് ചെയ്തു. കുറേ അതിൽ ഫീഡ്ബാക്ക് എടുത്തു. നമ്മുടെ 5 DOPs ആണോ, നമ്മുടെ ക്രൂഡ് ആൾക്കാരാണോ, അനിൽ ആൻഡോ സർ ആണോ, എല്ലാവർക്കും കാണിച്ചിട്ട് ഇത് ഫസ്റ്റ് കട്ടാണ്, എന്തെങ്കിലും സജഷൻസ് ഉണ്ടോ, വ്യൂസ് ഉണ്ടോ, അവർ പറയും ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം, അങ്ങനെ ചേഞ്ചസ് ഒക്കെ കൊണ്ടുവന്നിട്ട് ലാസ്റ്റ് പടം ദാറ്റ് ഇസ് ദ ബംഗ്ലാവ് പ്രദീപ് ബാലന്റെ അത് ചെയ്തപ്പോഴത്തേക്ക് കൂടുതൽ ചേഞ്ചസ് ഒന്നും കൊണ്ടുവരേണ്ട ആവശ്യം വന്നില്ല. ഒരു ക്യാച്ച് പിടുത്തം കിട്ടി. ഐ ഗസ് അത് ഇവിടെ ഓരോരോ പടം എഡിറ്റ് ചെയ്യുമ്പോൾ ഞാൻ ഇവിടെ ഫുൾ നിന്റെ കൺവിക്ഷനിൽ ചെയ്തിട്ട് എനിക്ക് തന്നാൽ മതി. സോ വാട്ട് ഹാപ്പൻഡ് ഈസ് ആസ് വി റീച്ച് ദ 5th project she was improving and she wanted to make sure I should not have any correction. അത് പക്കയാണ്. അല്ല കോൺഫ്ലിക്ട്സ് അല്ല, അതൊരു കോമ്പറ്റീഷൻ ആയിരുന്നു. She doesn't want me to find out correction. Like we are involved from pre-production ആണെങ്കിൽ റൈറ്റിംഗിൽ തന്നെ ഞാൻ ഇൻവോൾവ് ആണ്, പിന്നെ പ്രൊഡക്ഷനിലെ ഷൂട്ടിൽ ഇൻവോൾവ് ആണ് ആസ് അസിസ്റ്റന്റ്, പിന്നെ പോസ്റ്റ് പ്രൊഡക്ഷനിലും ഇൻവോൾവ് ആണ്. സോ ഓവറോൾ വി ആർ ഇൻവോൾവ് 100%. കാരണം എന്താ പറയുക, ഇവളൊരു വേറെ ജനറേഷൻ ആണ്, യുവർ ജനറേഷൻ, ഞങ്ങൾ വേറെ ജനറേഷൻ ആണ്. മേ ബി ഓക്കെ അങ്ങോട്ട് പറയുമ്പോൾ പറഞ്ഞത്. അപ്പൊ ഈ തോട്ട് പ്രോസസ് ഉണ്ടല്ലോ, ഈ 2 തോട്ട് പ്രോസസ് ഒരു സ്ഥലത്ത് ജെല്ലാവണം, ഒരു സെയിം വൈബിലേക്ക് എത്തണം. അത് ഒരു പ്രോസസ് ആണ്. ആ പ്രോസസ് ഇപ്പൊ ഒരു 5 പടം ചെയ്യുമ്പോഴത്തേക്ക് റെഡിയായി. ആ സിങ്ക് വന്നിട്ട് I can say that we have bought the best of both worlds. We brainstorm, fight, argue എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഫൈനൽ ഒരു പിക്ചർ ഉണ്ടാക്കും. അങ്ങനെയാണ്. ഇപ്പൊ പ്രൊഡക്ഷൻ കൺട്രോളർ പ്ലസ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ വൈഫാണ് പ്രീത മാം. അപ്പോൾ എന്തായിരുന്നു മാമിന്റെ ഒരു കോൺട്രിബ്യൂഷൻ? എല്ലാം നോക്കി നടത്തി, വളരെ നമ്മൾ വീട്ടിലൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് പോലെയാണ് ഇപ്പൊ ഭർത്താവ്. അപ്പൊ I will only say without her contribution this project wouldn't have happened. She did everything in that. എന്തെങ്കിലും ചില സമയത്ത് എന്താ ചെയർസ് എടുക്കാൻ സ്കൂട്ടർ എടുത്തിട്ട് ചെയർ ഇല്ല, ഇരിക്കാൻ ചെയർ ഇല്ല പറഞ്ഞ് സ്കൂട്ടർ എടുത്തിട്ട് പോകും. അങ്ങനെ I was not even knowing. ഇവരൊക്കെയാണ് പിന്നെ പറയുന്നത് അയ്യോ. She took care of everyone on set very well. വീട്ടിലൊക്കെ ചെയ്യുന്ന പോലെ. Yeah. In fact, Anil sir started calling her Chechi, which made her really mad because Chechi അല്ല. അല്ലല്ല, you ആദ്യം വിളിച്ചത് ആന്റി.
അങ്ങനത്തെ ഒരു പ്രോപ്പർ ഒരു മദർലി കെയർ ആൻഡ് അഫെക്ഷൻ പോലെ തന്നെ. അതുകൊണ്ട് എല്ലാവർക്കും ഷൂട്ടിന് വരുമ്പോൾ ഒരു ഹോംലി അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാൻ പുള്ളിക്കാർ നല്ലപോലെ ശ്രദ്ധിച്ചു. ഫുഡൊക്കെ നല്ല ഗംഭീരം, എല്ലാം എൻജോയ് ചെയ്ത് കഴിക്കും. പിന്നെ Okay. മിക്കവാറും ഞങ്ങൾ ഷൂട്ടിൽ എന്തായാലും ഒരേ സമയത്ത് എല്ലാവരും കഴിക്കുന്നുണ്ടാവും. ഷൂട്ട് അവിടെ നടക്കുന്നുണ്ടാവും, ഇവിടെ ഭക്ഷണം ഓരോരായിട്ട് കഴിക്കും. അങ്ങനെയായിരുന്നു. അപ്പൊ ഈ ഒരു ഫിലിം 3rd ജാനുവരിയിൽ റിലീസ് ആകാൻ പോവാണ്. അപ്പൊ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? പ്ലീസ് വാച്ച് ഇറ്റ്. ആസ് എ പ്രൊഡ്യൂസർ പ്ലീസ് വാച്ച് ഇറ്റ്. ഞാൻ പൈസ ഇൻവെസ്റ്റ് ചെയ്തതാണ്, കുറച്ച് തിരിച്ചു കിട്ടട്ടെ. ആൻഡ് അപ്രീഷിയേറ്റ് ഇഫ് ഇറ്റ് ഈസ് ഗുഡ്. ഓക്കെ ഓക്കെ, ഞാൻ ഐ വിൽ ഡെഫിനറ്റ്ലി വാച്ച്. I'm so happy about it. എല്ലാരും, അപ്പൊ പ്രേക്ഷകരെല്ലാരും ഈ ഒരു പടം കാണുക. നമ്മുടെ മലബാർ ടെയിൽസ് 5 ഡിഫറെന്റ് സ്റ്റോറീസ് ആണ്. അപ്പൊ നല്ലൊരു ദൃശ്യാനുഭവം പ്ലസ് ഒരു നല്ലൊരു വൈബായിരിക്കും. ഒരു ഫാമിലി മൊത്തമായിട്ട് മലയാള സിനിമയിലേക്ക് ഇറങ്ങി അവരുടെ ഫുൾ എഫേർട്ടും എല്ലാം ആയിട്ട് ചെയ്തതാണ്. അപ്പൊ മസ്റ്റ് വാച്ച് ആൻഡ് എല്ലാവരും അഭിപ്രായങ്ങൾ പറയാ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇത് 5 ഫാമിലിന്റെ കഥയല്ല, 6ാമത്തെ ഫാമിലി ഞങ്ങളാണ്. ഓക്കെ, അപ്പൊ 6ാമത്തെ ഫാമിലി ഇവരാണ്. അപ്പൊ എല്ലാരും കാണുക, അഭിപ്രായങ്ങൾ പറയുക. താങ്ക് യു സോ മച്ച്. താങ്ക് യു.